നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകൾ. പലസ്തീൻ ഇസ്രായേൽ സംഘടനത്തിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് ചില മധ്യസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തീരുമാനമായി. അതിനാദ്യമായിട്ട് ഇടപെട്ട എല്ലാവരും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തും. അത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിട്ട് ഒന്ന് രണ്ട് ചെറിയ ആനുകാലിക വിഷയം പറഞ്ഞിട്ടൊന്ന് തുടങ്ങാം. ഒരു രാജാവ് പരിവാര സമേതം, രാജാക്കന്മാർ ഈ കൊല്ലത്തിലേക്ക് നായാട്ട് പോകാറുണ്ട്. നായാട്ട് പോകുന്ന വഴി ഒരു പടുവൃദ്ധൻ ഒരു മാവിൻ്റെ തൈ കുഴിച്ചെടുക്കും. ഇത് കണ്ട് രാജാവ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇത്രയും വയസ്സായി നിങ്ങൾ ഇത് കുഴിച്ചിടുന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒന്നും വേണ്ടിയില്ല, തിരിച്ചുപോയി. രാജാവ് തിരിച്ചുപോയി. അദ്ദേഹം ഒരു 5 വർഷം കഴിഞ്ഞ് രാജാവ് വീണ്ടും പരിവാരമായി അതിൽ കടന്നപ്പോൾ അതിൽ നിന്നൊരു മാമ്പഴം പറിച്ച് രാജാവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാനത് അന്ന് ഒഴിവായി പോയെങ്കിൽ ഇപ്പം മാമ്പഴം തിന്നാൻ പറ്റുമോ? അവിടെ ഫലം ഇച്ഛിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചല്ല നമ്മൾ ചെയ്ത് നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുക. ഫലം ഒരുപക്ഷെ കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം, നമുക്ക് ഫലം കിട്ടിയില്ലേ എന്ന് പറഞ്ഞ പോലെ 10-75 വയസ്സൊക്കെ കഴിഞ്ഞവർ ഈ വല്ല ദിക്കും ചൊല്ലി വീട്ടിലിരിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ വല്ല സ്കോച്ച് ജ്യൂസ് ചെയ്യാണ്ട് വീണ്ടും കഴിച്ച് ബാറിലിരിക്കാൻ പാടില്ല, എന്താണ് പൊതുവൊക്കെ ഇറങ്ങുന്നത് എന്ന ചില ചിന്താഗതി ചിലവൊക്കെ ഉണ്ട്. അത് തെറ്റുമല്ല അത്. പക്ഷേ ആ രാജാവിൻ്റെ അടുത്ത് വൃദ്ധൻ പറഞ്ഞ പോലെ 75 വയസ്സ് ആയെങ്കിലും ഇനിയും ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ പൊതുജനങ്ങളോട് സേവിക്കുമ്പോൾ അതിന് ഫലം കിട്ടുകയാണെങ്കിൽ നമുക്ക് നിർവൃത്തി കൊള്ളാമല്ലോ. ഇപ്പോൾ മഹാത്മാഗാന്ധിയോട് ഓർമ്മിക്കല്ല, മഹാത്മാഗാന്ധി പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടല്ല ലോകം അംഗീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാലും ആ ഓർമ്മ ഉണ്ടാവും. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ അവരുടെ കാലശേഷം ജനങ്ങളിൽ കുറേ പേരിൽ ഓർക്കാതിരിക്കില്ല. അപ്പോൾ ചോദിക്കും, മരിച്ച ശേഷം ഓർത്തിലെന്ത് കാര്യം? അതും ശരിയാണ്, അതങ്ങനെ ചിന്തിക്കുന്നവർക്ക്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പലരും നമ്മുടെ പൂർവികർ നമുക്ക് തന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് വേണ്ടതെന്ന് നമ്മൾ അനുഭവിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെയല്ല. നോട്ട് ഓൺ അവർ മെരിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നാം ഇത് നേടിയെന്നല്ല, നാം ഇത് കൊടുത്തു എന്നാണ്. അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ എന്തെങ്കിലും സമൂഹം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക, കഴിയുന്നു ചെയ്യുക. പിന്നെ ഈ പൊതുരംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദൈവം തമ്പുരാൻ പോലും ഇലക്ഷൻ മത്സരിച്ചാൽ പ്രതിപക്ഷം അല്ലെങ്കിൽ എതിരാളി കുറ്റം പറയുമെന്ന് പറയും പോലെ പല രീതിയിലൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടാകാം. ഇതൊരു സുഖകരമായ മെത്ത അല്ലെങ്കിൽ പുഷ്പമെത്ത അല്ല, കല്ല് മുള്ളു നിറഞ്ഞതിനാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിൽ നിങ്ങളോട് പറയാനുള്ളത്, പണ്ട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ബീർബലുണ്ട്. അക്ബർ ചക്രവർത്തി രാജസസിലെ ബുദ്ധിരാക്ഷസനാണ്. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രി വന്ന് പറഞ്ഞു, ഇന്ന് രാവിലെ ഒരുത്തൻ അക്ബർ ചക്രവർത്തിയുടെ, അക്ബർ പേരൊന്നും പറയില്ലല്ലോ, ചക്രവർത്തിയുടെ മുഖത്ത് ചവിട്ടിയെന്ന്. ഇത് കേട്ട് എല്ലാവരും ക്ഷുഭിതരായി, ചിലർക്ക് വാളൂരി. ബീർബൽ എന്ന ബുദ്ധിമാൻ പറഞ്ഞു, വാളെടുക്കാൻ വരട്ടെ, അങ്ങനെ ഒരുത്തൻ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലിൽ പൊൻവള ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും അത്ഭുതമായി. എന്താ സംഭവം? മകളുടെ കുട്ടി എടുത്ത്, 1.5 വയസ്സുള്ള മകളുടെ കുട്ടി എടുത്ത് രാവിലെ താലോലിച്ചപ്പോൾ മടിയിൽ താലോലിച്ചപ്പോൾ കാല് പൊക്കി മൂത്തു ഇങ്ങനെ തൊട്ട്. അതാണ്. അപ്പോൾ ആ ബുദ്ധിമാനായവർക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. കാരണം രാജാവിൻ്റെ മുഖത്ത് ചവിട്ടാനൊക്കെ പറ്റിയ, ചവിട്ടപ്പോൾ നേരെ നോക്കാൻ പറ്റുമോ ആ കാലഘട്ടത്തിലുണ്ടായതോ? ഇല്ല. അപ്പം ബുദ്ധി ഉപയോഗിച്ചാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശംസയോ അല്ലെങ്കിൽ അഭിനന്ദനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുമോ. പക്ഷെ ഇങ്ങനെ ആകരുത്. അതെങ്ങനെയാണെന്നറിയുമോ? ഗുരുവായൂർ അമ്പലനടയിൽ വലിയ ആൽമരമുണ്ട്, നിങ്ങൾക്കറിയാം. ഈ ആൽമരത്തിൽ ഒരുത്തൻ ഒരു കയറായിട്ട് മുകളിൽ കയറിയിട്ട് പറഞ്ഞ്, കുറച്ച് നിങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതം കാണിച്ച്, ഇത് ഉണ്ടായ സംഭവം ഇപ്പം നല്ല കഥയിലാട്ടോ. അങ്ങനെ അവന് ഈ കയറിൻ്റെ ഒരറ്റം അവൻ്റെ കഴുത്തിൽ കെട്ടി, മറ്റേറ്റം ഒരു കൊമ്പിൽ കെട്ടി. ഇത് അവൻ ഒരു ചാട്ടം 2 പേടിച്ച് ചത്തുപോയി.
ഇത് കണ്ടിട്ട് ഒരുത്തപ്പാട് അതൊക്കെ അവൻ്റെ ഒരു നമ്പറല്ലേ. അങ്ങനെ ഒന്നും ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ പ്രേം നസീർ രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ CH മുഹമ്മദ് സാഹിബ് പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ പ്രേം നസീറും കേരളം ഉൾക്കൊള്ളും. അല്ല, പ്രേം നസീർ രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് നാടുവിടാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ സംഭവത്തിൽ ഇപ്പോൾ തലസ്ഥാനം മധ്യകേരളത്തിൽ മാറ്റം എന്ന് പറഞ്ഞുള്ള ഒരു പ്രചരണമാണ്. അതിപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടമാണ് നടക്കുന്നത്. അതിൻ്റെ സമാപനമാണ് ജൂൺ 5-ാം തീയതി, 5/5/25 5 മണി വൈറ്റിലയിൽ. അതിൻ്റെ ഒരുപാട് ചെലവുള്ളതാണ്. അപ്പോൾ ഒരു പരിധി വരെ ചില പബ്ലിക്കിൽ നിന്ന് സഹായം പ്രതീക്ഷയോട്. പക്ഷെ ഞാൻ ഇതൊരു സഹായം പറഞ്ഞ് അനൗൺസ്മെൻ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കക്ഷിയെ കണ്ട് ചെറിയൊരു സംഭാവന ചോദിച്ചു. ആ സംഭാവന ചോദിച്ചപ്പോൾ ആ കക്ഷി അറിയുന്ന ഒരാൾ, ആ കക്ഷി അറിയുന്ന ആൾ ചോദിച്ചപ്പോൾ ആ കക്ഷി ബുദ്ധിമാനായ ആ യുവ വ്യവസായി പറഞ്ഞതറിയോ, CH പറഞ്ഞ പോലെയാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് സംഭാവന ചോദിക്കുക, അത് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അതാണ് ബുദ്ധിമാനായ യുവ വ്യവസായി പറഞ്ഞത്. അതൊരു പ്രോത്സാഹനമല്ലേ, അങ്ങനെയല്ലേ പറയുന്നു. അപ്പം അങ്ങനെയുള്ള യുവ വ്യവസായികൾക്കൊക്കെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദനം പറഞ്ഞാലും മതിയാവില്ല. എന്തോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിൽ കടക്കാം. ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം താൽക്കാലിക വിരാമമായി സന്തോഷിക്കുന്നു. നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 200 കോടിയോളം വരുന്ന മുസ്ലിങ്ങളും ഏതാണ്ട് ഇസ്രായേൽ ചുറ്റോട്ടുള്ള 6-7 വൻ രാഷ്ട്രങ്ങളും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കേവലം അന്ന് 21 ലക്ഷമാണ് ഇസ്രായേലുള്ളത്. ഇത് 67 ഉള്ളൂ. ഇന്ന് പേര് 1 കോടിയോളം വരുന്ന പറഞ്ഞു. അത് ഇസ്രായേൽ ജയിച്ചു. അപ്പോൾ പറഞ്ഞു, ഇസ്രായേലിൻ്റെ അനുഭവം പറഞ്ഞത് എണ്ണമല്ല കഴിവാണ്. നമ്മൾ അംഗീകരിക്കണം അതിന്. പക്ഷേ അതിന് മറുവശം ചിന്തിക്കണം. എന്തിനും മറുവശമുണ്ട്. കേവലം 40 കിലോമീറ്റർ നീളവും 14 കിലോമീറ്റർ വീതിയുള്ള ഒരു തുരുത്താണ് ഈ ഗാസ മുനമ്പ്. ഗാസ പലസ്തീനൊക്കെ ഉള്ളത്. അതിനെ എതിർക്കാനായിട്ട് അത് ഞാൻ പറഞ്ഞ യുദ്ധവിരാമമല്ല, സംഘടന വിരാമം എന്ന് ഞാൻ പറഞ്ഞ ബുദ്ധിപൂർവ്വം പറഞ്ഞതാണ്. അതിനെ എതിർക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ സമ്പന്നന്മാരും ബുദ്ധിജീവികളും ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടൻ ഫ്രാൻസും ഒക്കെ നോക്കിയിട്ടും 430 ദിവസമായിട്ട് കഴിച്ചിട്ടും ഒരു നിലയിലും അവർ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ആൾക്കാരെ കൊല്ലാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ ചർച്ച മുൻകൈ എടുത്ത് വന്നത്. അല്ലെങ്കിൽ മുൻകൈ എടുക്കണമല്ലോ. തോറ്റ ഒരു രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഒരു കക്ഷിയായിട്ട് നമ്മൾ സഖ്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു നടന്നത് നല്ലത് തന്നെ. അപ്പോൾ നമ്മൾ പറയുന്നത് ശക്തിയല്ല, വലിപ്പമാണ്. അപ്പോൾ ഇത്രയും സന്നാഹമായിട്ട് അന്ന് ഇസ്രായേലിനെ എതിർക്കാൻ വന്ന രാജ്യങ്ങൾ, ഈജിപ്റ്റ്, സിറിയ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അത്ര വലിയ രാഷ്ട്രമല്ല. ഇവിടെ ഇസ്രായേൽ പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി പോലെയൊക്കെ വലിയ രാഷ്ട്രങ്ങളാണ്. റഷ്യയോട് കിടപിടിക്കാവുന്ന രാജ്യങ്ങളാണ്. അങ്ങനെ ഒന്നിലധികം രാജ്യം ചേർന്നാണ് ഈ തുരുത്തിലുള്ള 10, 40, 80 ലക്ഷം ആകെയുള്ളത്. ഇങ്ങനെ ഇത്രയും കാലം ചെയ്തത്, എന്നിട്ട് പിടിച്ചതില്ല. അപ്പോൾ അതൊരു കഴിവ് തന്നെയാണ്. ഏതായാലും ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് തന്നെ പറയാം, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ അത് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിനി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒക്ടോബർ 7 അത് അന്ന് മുതൽ നിങ്ങൾ തുടങ്ങരുത്. 48 മുമ്പ് 47 മറ്റോ ആ ഇസ്രായേൽ രൂപീകരിച്ച് 46 മറ്റോ അവിടെ മുതൽ കഥ മനസ്സിലാക്കണം. അതിന് ശേഷമുള്ളതാണ് ഈ 2021 ഒക്ടോബർ 7. അത് മനസ്സിലാക്കാതെ 2021 ഒക്ടോബർ 7 മുതലാണ് ചരിത്രം തുടങ്ങുന്നതെങ്കിൽ ബാബരി മസ്ജിദിന് മുൻപും ബാബരി മസ്ജിദ് ശേഷവും എന്നുള്ള, അല്ലെങ്കിൽ ബാബരി മസ്ജിദ് നശിക്കുന്നതിന് മുൻപും നശിച്ചതിന് ശേഷം 2 യുഗമായിട്ട് കാലത്തെ തിരിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ സാഹിത്യ ചരിത്രകാരമെല്ലാം പറഞ്ഞ അങ്ങനെയാണ്. ബാബരി മസ്ജിദ് മുൻപ് അതിന് ശേഷം. അതുപോലെ ഈ കാലഘട്ടത്തെ മാത്രം നോക്കരുത്, മൊത്തം നോക്കണം. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴേ ബാക്ക് ഫയൽ കൂടി വേണം.
ഫ്രണ്ട് ഫയൽ അന്നത്തെ ഫയൽ മാത്രം പോരാ, അതിന് മുമ്പുള്ള ഫയൽ സ്റ്റഡി ചെയ്യണം. അതാണ് പ്രവാചകൻ പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ഖുർആനിലെ ഒരു വാക്കിന്, ഒരു ആയത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ, വ്യാഖ്യാനം കൊടുക്കുമ്പോൾ അത് മുൻപുള്ള ആയത്ത് നോക്കണം, അതിന് ശേഷമുള്ള ആയത്ത് നോക്കണം. ഇത് മൂന്നും കൂടി യൂട്ടിലൈസ് അല്ലെങ്കിൽ യോജിപ്പിച്ച് വേണം നിങ്ങൾ വ്യാഖ്യാനം കൊടുക്കുക. അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് പറ്റും, അല്ലെങ്കിൽ വാക്യം തെറ്റുപറ്റും എന്ന് പറഞ്ഞ പോലെ ബാക്ക് ഫയൽ നോക്കണം. ഇവിടെ ബാക്ക് ഫയൽ നോക്കാതെ 2021 ഒക്ടോബർ 7 മുതലാണ് ഹമാസാണ് ഏറ്റവും വലിയ കുറ്റവാളിയും തെറ്റുകാരും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ പ്രചരണം നടത്തുന്നത്. അത് പ്രചരിപ്പിക്കട്ടെ. അത് പ്രചരിപ്പിക്കുന്നത് ഏതെന്ന് വെച്ചാൽ സംഘപരിവാറും പിന്നെ ഇപ്പോഴത്തെ ക്രിസ്ത്യങ്ങളും പിന്നെ ചില അപൂർവം മുസ്ലിങ്ങളും. ഒരു മുസ്ലിം എടുത്ത് മലപ്പുറത്താകട്ടെ എന്താ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഹമാസിൻ്റെ നേതാവിൻ്റെ ഒരു പ്രസ്താവന വന്നു, എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുണ്ട്. അതിൽ ഒരു രാജ്യത്തിൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ട്, അത് ഇന്ത്യ മഹാരാജ്യമാണ്. എന്നാൽ ആദ്യമായിട്ടും പറയേണ്ട പേര് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മൾ ഉണ്ടാക്കിയ ആയുധം ഇസ്രായേൽ വഴി ഈ പറഞ്ഞ പലസ്തീനുകളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും നശിപ്പിക്കാനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പഴയ ഒരു സൗഹാർദ്ദമോ സ്നേഹമോ നെഹ്റുവിൻ്റെ കാലത്തോ ഇന്ദിരാഗാന്ധി കാലത്തുള്ള സ്നേഹമൊന്നും ഈ സംഘികൾ ഭരിക്കുന്ന കാലത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ആ പേര് ഒഴിച്ചു പോയത്. നമുക്കതിൽ വലിയ സങ്കടമുണ്ട്. കാരണം അവരെ പോലുള്ള നിസ്സഹായരായവരെ, നിരാശ്രരായവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളത്. അത് ചെയ്യാതെ പോയി എന്നിട്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ അത് വലിയ വിഷയമാണ്. ഉണ്ടെങ്കിൽ അത് നമ്മൾ ദുഃഖം രേഖപ്പെടുത്താം. അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ നേതാവ് 3 പ്രാവശ്യമായിട്ട് പ്രസ്താവന നടത്തിയില്ല. ഒന്ന്, ബാബരി മസ്ജിദ് പൊളിച്ചു, അത് തീർന്നു. ഇനി അതിനുശേഷം ഒന്നും ഒരു പള്ളിയുടെ പുറകിൽ പോയി അടിയിൽ പോയി കുഴി തോണ്ടരുത്, വിഗ്രഹം എടുക്കുക നോക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വളരെ ആൾക്കാർ താല്പര്യപ്പെട്ടു. ഈ മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പുള്ളി ഒരു പ്രസ്താവന ചെയ്തത്, ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണി പൂർത്തിയായപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറഞ്ഞു. അത് രണ്ടും. മൂന്നാമത് പറയുന്നത്, ബുദ്ധി ഉണ്ടെങ്കിൽ ക്രിസംഖികളെ അല്ലെങ്കിൽ സഭാ നേതൃത്വമേ, നിങ്ങൾ ലോക ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുകയാണ്. നിങ്ങൾ അല്പമെങ്കിലും മനുഷ്യത്വം, നിങ്ങളുടെ സമുദായ സ്നേഹവും നിങ്ങളുടെ കുഞ്ഞാടുകളോട്, അതായത് തന്നെ പറഞ്ഞത് പിന്നെ ആ സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കണം. എന്താണ് RSS, എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ്, എന്താണ് അവരുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കണം. ബുദ്ധിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വേറൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി ഒരു സ്വകാര്യ സന്ദർശനത്തിൽ ഇപ്പോഴത്തെ RSSൻ്റെ സംഘചാലകൻ്റെ പേരിനോട് പറഞ്ഞ്, ഇങ്ങനെ ഗർവാപ്പസി നടന്നില്ലായിരുന്നെങ്കിൽ ആദിവാസികൾ 30% ക്രിസ്തു മതം സ്വീകരിക്കുകയും അവർ ആ ക്രിസ്തു മതം ചേർന്നവരും അവരും ഉൾപ്പെടെ രാജ്യദ്രോഹികളെ തീരം ചെയ്തേര് എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 19 വർഷമായത് പറ്റുമെന്ന് പറഞ്ഞു. അത്ര ആയോധി സംശയമുണ്ട്, അതിൽ കുറേ വർഷമായിരുന്നു, ശരിയാണ്. അപ്പോൾ അതിൽ എന്ത് മാത്രം സത്യമുണ്ടെന്ന് അന്വേഷിക്കണം. പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്, പറഞ്ഞത് RSSൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ലീഡറാണ്. നാം പറയുമ്പോൾ ചില മിതത്വം പാലിക്കണം, ചില ന്യായം നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുമാത്രം ശരിയുണ്ടെന്ന് ഇപ്പോൾ അതിനെതിരെ ക്രിസ്തീയ സഭയുടെ പരമാധികാരികൾ, പരമോന്നത സഭ നേതാക്കൾ അല്ലെങ്കിൽ പിതാക്കന്മാർ അതിനെ അമർഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം നിരോധിച്ച ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് RSS. അത് ഞങ്ങളെ രാജ്യദ്രോഹിയായിട്ട് നിശ്ചയിക്കാനും കഴിവില്ല, ശരിയല്ല എന്ന് പറയും. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു കാര്യം. CH മുഹമ്മദ് കോയ സാഹിബ് സഭാ നേതാക്കളുടെ ഒപ്പമൊന്നും ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ എത്രയോ ഉന്നതകുല നേതാക്കളുമാണ് സഭയുടെ ആൾക്കാരൊക്കെ. ആ CH പറഞ്ഞൊരു കാര്യം വളരെ പെർഫെക്റ്റാണ്. എന്താണ്? കടലിൽ മുസല്ല എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് തുണി, അത് വിരിച്ച് നമസ്കരിച്ചാൽ പോലും കടലിൽ നിൽക്കുവരെ RSSനെ വിശ്വസിക്കരുത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ RSSുമായിട്ടും ഈ ഏതെങ്കിലും രീതിയിൽ യോജിച്ചു പോകാൻ പറ്റുമെങ്കിൽ സഹായിച്ചു പോകാമെന്ന ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക്. പക്ഷെ അത് ഒരു നേർക്കും പറ്റുന്നില്ല. അതുപോലെയാണ് സഭാ നേതൃത്വമേ. നിങ്ങൾ എന്തൊക്കെ മയക്കിയാലും എന്തൊക്കെ വാഗ്ദത്തം തന്നാലും
അവർ തനി ആ സ്വഭാവം കാണും. അതായത് പട്ടിയുടെ വാല് മുറ്റാണ്ട് കുഴലിട്ടാലും വാല് നിവരില്ലെന്ന് മാത്രമല്ല, ഇപ്പം കുഴൽ വളഞ്ഞു പോകുന്നതാണ്. വാല് നിവർന്നില്ല മാത്രമല്ല, ഊരിടുക കുഴൽ വളഞ്ഞു പോകും. അത്ര ശക്തമാണ്, അസാധ്യമാണ് അത് നിവർത്താൻ. അതുപോലെയാണ് അവരെ പരിവർത്തനം ചെയ്തെടുക്കാറുള്ളത്. അവർ RSS ട്രെയിനിങ് കഴിഞ്ഞ ഒരാൾ 3 വയസ്സ് മുതലാണല്ലോ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ, അവരാശയത്തിൽ പിന്നെ മരിക്കുന്നതിനും മാറില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ സഭാ നേതൃത്വം അങ്ങനെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? എന്തെല്ലാം സംഭവങ്ങളും ശേഷമായിട്ട് മുമ്പൂടായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും ചില ആൾക്കാർ ചില ആനുകൂല്യങ്ങൾക്ക് പറ്റിക്കൊണ്ടാണെന്നാണ് ഇങ്ങനെ അവർക്ക് നിൽക്കുകയാണ്. ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ നേച്ചർ ഓഫ് ക്വാളിറ്റി, അതാണ് അവരെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവരെ യോഗ്യത അല്ലെങ്കിൽ കഴിവ്, അതിന് നേച്ചറിൽ രീതി, അവരുടെ രീതി അതാണ്. അവരപ്പോഴും ഈ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഘടന നിലനിൽക്കുന്നു ഉണ്ടാക്കിയത്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. പുള്ളിയുടെ പുള്ളി പോയ പിന്നെ പുലിക്ക് എന്തുണ്ടാകും, അതുപോലെയാണ്. അതൊരിക്കലും മാറ്റാനും പറ്റില്ല. അത് മാറ്റാം എന്ന് പറഞ്ഞ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഡ്ഢികൾ സ്വർഗത്തിലാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്ത ആരുമില്ല. അത് ക്ഷമ പറയുകയാണെങ്കിൽ പശ്ചാത്തലമാണ് ഏറ്റവും വലിയ പ്രായച്ചിത്തം പറയുമ്പോൾ പറയുകയാണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ ശിവസേന ഏറ്റവും കൂടുതൽ മോശമായി പ്രവർത്തനം നടത്തിയാണ്, ജാതീയമായിട്ടും വർഗീയമായിട്ടൊക്കെ. അവർ തിരുത്തി കോൺഗ്രസ് സഖ്യം വന്നപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ RSSൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധ്യതയില്ല, പ്രതീക്ഷിക്കാൻ ഒരു സാധ്യത കാണില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ നമുക്ക് ദുഃഖമുണ്ട്. കാരണം ഒരു മാറ്റം, ലോകത്ത് മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം മാത്രമാണ്, ബാക്കി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ RSSൽ മാത്രം ഒരു മാറ്റവും വരുന്നില്ല, വരുത്താൻ പറ്റുകയില്ല. അവരുടെ ബേസിക് അടിസ്ഥാനം അതാണ്. അപ്പോൾ അതുകൊണ്ട് സഭാ നേതൃത്വം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ ഉപദേശിക്കല്ല, മനുഷ്യന് അസുഖം വരുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒന്ന്, ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തതുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തതാണെങ്കിൽ അത് എളുപ്പം പരിഹരിക്കാൻ പറ്റും. ഒടിഞ്ഞ് നിൽക്കുന്ന ചെടിക്ക് നമ്മൾ വെള്ളം തെളിച്ചാൽ അത് പെട്ടെന്ന് വളർന്നു വരും. പക്ഷെ വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയല്ലോ ചീഞ്ഞു പോകുന്നില്ല. അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് രോഗങ്ങൾ മാറ്റിയെടുക്കുക വലിയ പ്രയാസമാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അമിതമായ ഭക്ഷണം ഒഴിവാക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? സിമ്പിളാണ്. അതും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വയറിൽ 3/1 ഭാഗം ഭക്ഷണം, 3/1 ഭാഗം വെള്ളം, 3 ഭാഗം എംറ്റിയിൽ കാലിയാണ്. ഇതാണ് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രന്മാർ ഡോക്ടേഴ്സ് പറയുന്നത്. നിങ്ങൾ പാത്രം എടുക്കുക, അതിൽ 3/1 ഒരു പിടി ചോറ്, ബാക്കി 3/1 ഫിഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം, ബാക്കിയുള്ള ഒരു 3/1 അത് കംപ്ലീറ്റ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ മാത്രമല്ല പച്ച ഫലങ്ങൾ, പഴവർഗ്ഗങ്ങളെല്ലാം. അതിൻ്റെ മറ്റു രൂപമുള്ള 1500 വർഷം ഈ പരിഷ്കാരമൊന്നും ഇല്ലാത്ത കാലത്ത് പ്രവാചകൻ പറഞ്ഞങ്ങനെയല്ലേ? അപ്പോൾ ഏതാണ്ട് ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൽ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ആപത്ത് വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോട് ഒരു പയ്യൻ, അവർ ഒതുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് പോലും സാധിക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഇന്നും 1 കിലോ സ്വർണ്ണത്തിന് ഇപ്പോൾ എത്ര വില കൂടിയിട്ടും 60 ലക്ഷം മറ്റോ വരുന്നുള്ളൂ. 1 കോടി ഇപ്പോഴും എത്തുന്നില്ല. പക്ഷേ 1 കിലോ ഹെറോയിൻ എന്ന് പറഞ്ഞ വസ്തുവിന് ലോക മാർക്കറ്റിൽ 100 കോടി ഇന്ത്യൻ രൂപക്ക് തുല്യമാണ്. $1 കോടി എന്ന് പറഞ്ഞാൽ $1 കോടി ഏതാണ്ട് 85-90 കോടിയായില്ലേ? അപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി 100 കോടി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണ്ണത്തേക്കാൾ 100 ഇരട്ടിയല്ല 200 ഇരട്ടി വ്യത്യാസമുണ്ട് ഹെറോയിനും ഇപ്പോൾ സ്വർണ്ണം തമ്മിൽ. അപ്പോൾ ഏതാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടം ഹെറോയിൻ തന്നെ. പിന്നെ യൂറോപ്യന്മാരെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച്, ബ്രിട്ടനെ സംബന്ധിച്ചൊക്കെ തണുപ്പ് രാജ്യമാണല്ലോ. അവർക്ക് ഇതിൻ്റെ ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോളിയം കത്തി കിട്ടുന്ന ചൂടും ആ ഹീറ്റ് എന്ന എനർജിയും പിന്നെ ഈ കഞ്ചാവ് അടിച്ചുള്ള ഒരു ലഹരി, ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത തണുപ്പ് പ്രദേശമാണ്. അവർക്ക് കിട്ടാതെ വരുമ്പോൾ പല പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടാക്കുന്ന സാധനം ഈ അഫ്ഗാനിസ്ഥാനിലാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കൊച്ചു കേരളത്തിൽ ഇടുക്കിയിലാണ്. 2ാം സ്ഥാനം ഇടുക്കിക്കുണ്ട്, അറിയോ? അപ്പോൾ ഇത് താലിബാൻകാർ അഫ്ഗാനിൽ വന്ന ശേഷം
അമേരിക്ക പോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ സ്റ്റേറ്റ്സൊക്കെ ഇതൊരു സാധനം കിട്ടാതെ അവർക്ക് വലിയ പ്രതിസന്ധി. അപ്പോൾ അത് കിട്ടാൻ കൂടി വേണ്ടിയാണ് എന്ത് ചെയ്തത്, താലിബാനെ മാറ്റി ഭരണം ഏൽപ്പിച്ചതൊക്കെ. അത് വീണ്ടും അവർക്ക് സാധനമൊക്കെ കിട്ടിയ ശേഷം അവർ വീണ്ടും താലിബാൻ തന്നെ ഏൽപ്പിച്ച് മടങ്ങിപ്പോകുന്ന വഴിയിൽ അവിടുന്ന് ഏതാണ്ട് 10 കണക്കിന് എത്രയോ കണ്ടെയ്നർ നമ്മുടെ ഇന്ത്യയുടെ തുറമുഖത്ത് തുറമുഖത്ത് വന്നത്. അത് അതായിട്ട് തുറമുഖമല്ല, അവിടെ വന്ന് പിടിച്ചല്ലോ എത്രയോ കണ്ടെയ്നർ ഈ സാധനം. അതിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വന്നോട് അവിടെ സാധനം ഇറാനിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇറാനും ഇന്ത്യയൊക്കെ ഏതാണ്ട് കീരിപ്പാമ്പ് വഴിയിലും ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ബിസിനസ് എല്ലാം ഒന്നാണല്ലോ. ആ ഇറാൻ വഴി നേരെ അത് ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ആ സാധനം ഇവിടെ പോയി. അന്ന് ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിൽ പത്ര റിപ്പോർട്ട് പറഞ്ഞത് ഇന്ത്യയിൽ 140 കോടിയിൽ 70 കോടിയെയും നശിപ്പിക്കാൻ ഈ സാധനം മതി. അത്രമാത്രം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഇത് കൊടുത്ത് അവരെ മയക്കി കിടത്താണ്. അത് ലോകവ്യാപകമായിട്ടാണ്. കാരണം വെച്ചാൽ അനർഹരിൽ നിന്ന് അധികാരം കൈപ്പറ്റുകയും ആ കൈപ്പറ്റിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് അർഹരിൽ നിന്ന് അനർഹർ അധികാരം കൈപ്പറ്റുകയും ആ കൈപ്പറ്റിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഈ വർഗീയതകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒന്നാണ് ഈ സാധനം. ജനങ്ങളിൽ ഒരു നല്ല ശതമാനം എപ്പോഴും ഉറങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ പ്രതികരണശേഷി കുറക്കണം. അറിയാതെ നമ്മൾ റോഡ് വക്കിൽ കിടക്കുന്നത് അവനന്ന് ഒന്നും അറിയുന്നില്ല. പിന്നെ ഉള്ളൊരു വിഭാഗം ആദിവാസികൾ. ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ആദിയിൽ വസിച്ചവർ, ജനിച്ചവർ, വളർന്നവരൊക്കെയാണ് ഹർമൻ ഗുഡ്ഡൻ്റെ നിഘണ്ടുവിൽ പറഞ്ഞത്. ഇവിടെ സംഘപരിവാർ ആദിവാസികൾ അവർ വാക്യം ഉപയോഗിക്കാറില്ല. അവർ ഉപയോഗിക്കുന്നത് വനവാസി എന്നാണ്. നോക്ക് ഫാദറെ, അച്ഛനെ നോക്ക്, അവർ വനവാസി എന്നവർ ഉപയോഗിക്കുള്ളൂ. വനത്തിൽ വസിക്കുന്നവർ. ആദിവാസി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അർത്ഥവ്യത്യാസമുണ്ട്. അപ്പോൾ 1000 കണക്കിന് വർഷം മുമ്പ് ആര്യന്മാർ കടന്നു വന്നെന്നും അവർ വിദേശികളാണെന്നും ഇവിടുത്തെ സ്വദേശി എന്നുകൊണ്ട് ഇവിടുത്തെ വനവാസി അല്ലെങ്കിൽ ആദിവാസിയാണെന്നും മനസ്സിലാവൂലേ? അതുകൊണ്ട് സംഘപരിവാർ വളരെ ബുദ്ധിപൂർവ്വം ബ്രാഹ്മണിക്ക് ലോബി ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അവർ ഉപയോഗത്തെല്ലാം ഒള്ളി വനവാസി എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വനവാസി ഇന്ത്യയിലെ പൂർവികരാണ്. അവർക്കെല്ലാം കണ്ടില്ലേ, കാട്ടി ഓടിച്ച് കാട്ടിൽ വിട്ട് അവർ പണിക്ക് വന്നു, പകലന്തിയോളം പണിയെടുത്തു, വൈകിട്ട് ഇത് വെള്ളം അടിക്കുന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നു, നേരെ പഠിക്കുന്നു. അവർ യാതൊരു ചിന്തയും ലോകത്തെ കുറിച്ചൊന്നുമില്ല. അവരുടെ കാര്യമായി. ഞാൻ പറഞ്ഞ എൻ്റെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞ ഘട്ടത്തിൽ ഈ കറുത്ത വർഗ്ഗക്കാർ, ഈ പിന്നെ ഗിരിവർഗ പ്രദേശങ്ങൾക്കുള്ള പിന്നെ ഈ പറഞ്ഞ ദളിതിലൊക്കെയാണ് പഠിക്കുന്നത്. വാസ്തവത്തിൽ അവരല്ലേ ഇന്ത്യയിലെ അവകാശികൾ. അവർക്ക് അവകാശികളെ സംബന്ധിച്ച് അവരെല്ലാം ആട്ടിപ്പാച്ച് അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അവർ നേരം വെളുക്കുന്ന പോലെ പണിയെടുത്ത് വൈകിട്ട് പോകുന്നു, കാശ് വാക്കുന്നു, വെള്ളം അടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അങ്ങനെ കണ്ടിന്യൂഷൻ പോകണം. അങ്ങനെ ഇന്ത്യയിൽ ഒരു വിഭാഗത്ത് അങ്ങനെ ഒതുക്കി പോകുന്നെങ്കിൽ വിദേശത്ത് മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ ഇതുപോലെ ആദിവാസികളെ പൂർവികരെയൊക്കെ ഇങ്ങനെ മദ്യം കൊടുത്തും ഒക്കെ കൊടുത്ത് ഇതാണ്. അത് വഴങ്ങാത്തുണ്ടെങ്കിൽ അവരെ കൊണ്ട് അകൃത്യമായിട്ട് ജയിലിടും, വിചാരണ കൂടാതെ ജയിലിടും. അതൊക്കെയാണ് ഇവിടുത്തെ ഈ ഭൂഷ സ്വഭാവം. അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക, കൊളോണിയൽ സിസ്റ്റം അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികൾ. അവർക്ക് ആധിപത്യം നൽകണം. അതിൽ അവർ ജാതിയോ മതമോ രാഷ്ട്രീയം ഒന്നുമില്ല. അതെല്ലാം ഒന്നാന്ന് പറയാൻ കാരണം ഇത് ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ കേരളത്തിൽ. ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നാണ് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ റിപ്പോർട്ട്. 5 സ്റ്റാർ ഹോട്ടൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കേരള സംസ്ഥാനത്താണ്. ഓക്കെ, അങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി രാഷ്ട്രീയക്കാരൻ, പുള്ളി ഒരു സംഭാവന ചെയ്യുന്നപ്പോൾ അവരൊക്കെ പറഞ്ഞ് അതിൻ്റെ ഏറ്റവും വലിയ ആൾ അവിടെ ചെന്നയാൾ അത്ര മോശക്കാരൊന്നുമില്ല, അവർ സീനിയർ ഇതൊക്കെയാണ്, വന്ന് കാര്യമായിട്ട് ഇതൊക്കെ ചോദിച്ചു വരും, വന്നിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാന്ന് പറയും. അല്ല, അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചെന്നയാൾ പറഞ്ഞ് അതിനാണ് എന്ന് പറഞ്ഞ് ഭൂഷ സ്വഭാവം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മേലധികാരികളിലെ നേതാക്കളുടെ ബന്ധമുണ്ട്, അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വേണ്ടേ, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം. അത് നിങ്ങൾ കമ്മിറ്റി കൊടുക്കും, നിങ്ങൾ അഭിപ്രായപ്പെടണം. ഇങ്ങനെ ലോക്കലായിട്ട് ആൾക്കാർ വരുന്നത് സംഭാവനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇതിൽ കൊടുക്കാതെ ബുദ്ധിമുട്ടാണ്, അത് അനുവദിക്കണം. അവിടെ നിങ്ങൾ കോടികൾ കൊടുക്കും, ഇവിടെ ആയിരങ്ങൾക്ക് മതി ഉള്ളൂട്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ പണി പോകും എന്നാണ് അയാൾ പറഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞു. പുള്ളി സീനിയറാണ്, മാനേജർ, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഏതായാലും എൻ്റെ സുഹൃത്ത് പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാവരും പറയും ഞങ്ങളുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്, അത് ഡൽഹിയിലാണ്, അല്ലെങ്കിൽ ലണ്ടനിലാണ്, അമേരിക്കയാണ്, ഞങ്ങളുടെ ബോസ് കാണാൻ പറ്റില്ല, പണ്ടില് ജോസ് പ്രകാശിൻ്റെ ഗൂഢസംഘത്തെ പോലെ. അതൊന്നും വേണ്ട. അപ്പോൾ ഒരു കാര്യം ചെന്ന ആൾ പറഞ്ഞേ, റേമണ്ട്സ് തുണിക്കടയുണ്ട് MG റോഡിൽ.
അത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്തോ ഒരു പിരിവിന് എന്ന് കൊടുക്കാതെ കളിയാക്കി വെച്ചത്. അവൻ്റെ ബോംബെയിൽ നിന്ന് വന്ന് 2 പേര് കല്ല് വെച്ചറിഞ്ഞു. 10 ലക്ഷത്തിൻ്റെ വിലയുള്ള ഫ്രണ്ട് ഡോറാണ്. ഒരു കല്ലൂടെ ഇട്ടിപ്പോൾ പോയി. അവർ 2 പേരെടുത്തൊക്കെ പിടിക്കുകയും ചെയ്തു. അത് വിട്ട് 10 ലക്ഷം പോയോ? അതുപോലെയൊക്കെ അപകടം സംഭവിക്കാം എന്നൊക്കെ ഈ സുഹൃത്ത് പറഞ്ഞ് സ്ഥിതിച്ച് പോകുന്നു പറയാണ്. അപ്പോൾ ഏതാണ് ആ ഒരു സാമ്രാജ്യത്വ ശക്തി അല്ലെങ്കിൽ ബൂർഷ്വ സ്വഭാവമുള്ളത് അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ, അവർ ഭരണം നിലനിർത്താൻ വേണ്ടി അവർ പരമാവധി ഇങ്ങനെ ഓരോ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. അവർ ആധിപത്യം നോക്കും. അത് യുദ്ധമാകാം, പകർച്ചവ്യാധിയാകാം, പിന്നെ എന്ത് കാര്യം കൊണ്ടെങ്കിലും അവർ ആദ്യം നിലനിർത്തണം. അതിനൊന്നും ചോദ്യം ചെയ്യാനൊന്നും സാധാരണ ഇപ്പോൾ മൊയ്തീൻ ഷായെ പോലെ ചോട്ടാ നേതാവിനോ അല്ലെങ്കിൽ എൻ്റെ കാണാൻ പോയ ആളെ പോലെ ബെട നേതാവൊന്നും പറ്റൂല. അതൊക്കെ അത്ര ടോപ്പ് ലെവലിൽ പോകുന്ന കാര്യമാണ്. ഇപ്പം ഞാനിപ്പോൾ ലൂലുവിനോട് ഒരു കാര്യം ലൂലുവിന് ഏറ്റവും നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തോട് ഇപ്പോൾ ലൂലുവിന് എവിടെ ഉണ്ട് ചുറ്റുപാടിൽ ഇപ്പോൾ പഴയ ലൂലു തിയേറ്റർ മൈമൂൺ തിയേറ്റർ വാങ്ങിച്ച് പുതുക്കിപ്പുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ചെന്നിട്ട് 2000 കൊടുക്കും കോൺട്രാക്ടർമാർ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അവർ പാർട്ടി 10 കൊടിയും പിടിച്ച് 10 ആൾ വന്നിട്ട് സംബന്ധിച്ച് 1/2 മണിക്കൂർ അവിടെ പണി നിർത്തിപ്പോയാൽ അവന് ലക്ഷം നഷ്ടം വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഏത് തേണ്ടി രാഷ്ട്രീയക്കാർ എന്നാലും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 2000 കൊടുക്കുമെന്നും പറയില്ല. അങ്ങനെ കൂടെ ലൂല് കൊടുക്കുമ്പോൾ എന്തറിയോ അവർ പറയുന്നത് നിങ്ങൾ ചെക്ക് കൊണ്ട് അല്ല നിങ്ങൾ അക്കൗണ്ട് പേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൊച്ചു പാർട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ അക്കൗണ്ട് പേ ചെയ്യുന്നുണ്ടാക്കാൻ പറ്റില്ല. അത് ലൂലു യൂസഫലി മനസ്സിലാക്കണം. നിങ്ങളും നിങ്ങളുടെ അമ്മാവൻ്റെ കൊച്ചാപ്പഴത്തെ കടയിൽ അകലെ പോയി സാമാനം വിട്ടുകൊടുത്ത ആൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വളർന്നവർക്കും സഹായിക്കണ്ടേ ലൂലുജി? നിങ്ങൾ ആ നിർദ്ദേശം കൊടുക്കപ്പെടണം. എല്ലാവർക്കും ചെക്ക് മാത്രമല്ല 2000 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഓൺലൈനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റി നിർദ്ദേശമുണ്ട്. സംഭാവന പിരിക്കാതെ ഒരു പാർട്ടി ലോകത്ത് നടക്കില്ല, ഇന്ത്യയിൽ നടക്കൂല, കേരളത്തിൽ നടക്കില്ല. അത് പബ്ലിക്കിൽ നിന്ന് കിട്ടിയേ തീരും, അല്ലാതെ കയ്യിൽ നിന്ന് എടുത്ത് എത്ര ആൾ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാന്നൊക്കെ 24 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ മാനേജരോട് പതിക്കറിയോ ആര് വന്നാലും ചെക്ക് കൊടുത്താൽ മതി. അക്കൗണ്ട് പേ ഉള്ളി, അത് പാർട്ടിയുടെ അക്കൗണ്ട് പേ ഉള്ളി, അല്ലാതെ വ്യക്തിയുടെ അക്കൗണ്ട് പേ ഉള്ള അതൊന്നും വേണ്ട. ലൂലുജി നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ പഴയ അവസ്ഥ മറന്നു പോകല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന ചെറിയ പാർട്ടികൾ വരുമ്പോൾ അവർക്ക് 2000, 1000, 2000 അതൊക്കെ അത് ക്യാഷായിട്ട് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ കീഴ്വഴക്കം വേണം. അത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഒരു സാധാരണ ചെറുകിട രാഷ്ട്രീയ പാർട്ടിക്കൊന്നും പറയാൻ ശക്തിയില്ല, കഴിവില്ല, അറിയിച്ചും കൂടാ പറയാൻ. അവർക്ക് ചെറിയ അനുഭവമുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോൾ പറയാം 2-3 കാര്യം. ഒന്ന് സീനിയർ മോസ്റ്റ്, മറ്റൊന്ന് ലോകത്ത് ഇൻ്റർനാഷണൽ ലോയിൽ ഒരു ഭാഗങ്ങൾ അറിയാം, ഇൻഡസ്ട്രിയൽ ലോ അറിയാം. അതിന് പലതും ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടും കഴിഞ്ഞ 60-65 വർഷം ഈ ചിന്തയും പഠനം മാത്രമായതൊരു ധൈര്യമായിട്ട് പറയാം. ഏത് കൊല കൊമ്പം വന്നാലും അവരോട് ചോദിച്ച് ഉത്തരം കൊടുക്കാനുള്ള ആവനാഴിയിൽ അമ്പുള്ളൂടെ ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ കോടതിയിലൊരു കേസ് വന്നാൽ എനിക്കൊരു കേസ് വന്നാൽ ഞാൻ വാദിക്കുള്ളൂ, ഞാൻ വക്കീലെന്ന് വയ്ക്കില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇതാൾ പറഞ്ഞല്ലേ നമ്മുടെ ഈശ്വർ പറഞ്ഞ മണ്ടത്തെന്ന് വെച്ചാൽ ഞാൻ വക്കീലാണ്, എനിക്ക് വാദിക്കാമെന്ന്. എൻ്റെ ഈശ്വരെ, നിങ്ങളൊക്കെയാണ് ലോകത്തെ ബുദ്ധിമാൻ. അവനവൻ്റെ കേസ് വാദിക്കൊരു വക്കീൽ വേണ്ട, അവനവനെ വാദിക്കാം, അതിന് വക്കീലൊന്നും വേണ്ട. ആ നിയമം പോലും നിങ്ങൾക്ക് അറിയില്ല. ഈശ്വരൻ്റെ കളി വേറെയാണ്. കാരണം പണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയതുപോലെ ഒരു വലിയ ആളാക്കി വളർത്തി അവസാനം നമ്മുടെ പത്തനംതിട്ട അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയുള്ള ഭാഗത്ത് നിർത്തി ജയിപ്പിക്കാനൊക്കെ BJPയുടെ ചടുവലിയൊക്കെ നടക്കുന്നുണ്ട്. അത് വേറെ കളി. അത് നിങ്ങളായിരിക്കും ഇരിക്കൽ പരാതി രാഷ്ട്രീയമല്ലേ. അപ്പോൾ ഈശ്വരെ ചോദിക്കും നിങ്ങൾ, അതിൽ വക്കീൽ ജയശങ്കർ വക്കീൽ ചോദിക്കും. നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരും ശക്തരുമാണ്. ഒരു കക്ഷിക്ക് സ്വന്തം കേസ് വാദിക്കാം, അതിന് വക്കീൽ തീർപ്പ് വേണ്ട. എന്നിട്ട് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വളരെ ഗമയിൽ പറയാണ്, ഞാൻ വക്കീലാണ്, കൊണ്ട് എനിക്ക് എൻ്റെ കേസ് ഞാൻ വാദിക്കുന്നത്. അതേ രാഹുൽ ഈശ്വരോട് ഞാൻ അങ്ങോട്ട് പറയാണ്, എനിക്കൊരു കേസ് വന്നാൽ ഞാൻ വാദിക്കും. കാരണം സത്യം പറയുന്നതിന് നിയമം നോക്കേണ്ട കാര്യമില്ല, സത്യങ്ങൾ പറഞ്ഞാൽ മതി. അതിനാണ് കളവ് പറയുമ്പോൾ നിയമം പഠിച്ചിട്ടുണ്ട്, നിയമം നോക്കി കളവ് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ജീവിതം തുറന്ന പുസ്തകമാണ്. എനിക്ക് വേണ്ട നിയമം നോക്കി കളവ് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് സത്യം പറയുമ്പോൾ നമ്മൾ വിളിച്ചു പറയും, എന്നിട്ട് ജഡ്ജി തീരുമാനിച്ചോട്ടെ കുറ്റമുണ്ടോ ചെല്ലുന്നത്. കുറ്റമുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കും, എതിർക്കില്ല. അപ്പോൾ രാഹുൽ ഈശ്വരോട് ഒരു വാക്ക് പറയാണ്, രാഹുൽ ഈശ്വരാണ് ബുദ്ധിമാൻ എന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനല്ലെന്ന് മാത്രമല്ല വിഡ്ഢി കൂടിയാണ്. അതിനൊറ്റ ഉദാഹരണം ഈ ഒരു വാക്ക് മതി. ഒരു കല്യാണ സദ്യയിൽ നമ്മൾ അരി വയ്ക്കുമ്പോൾ എല്ലാ ചോറും എന്ന് നോക്കില്ല, 1-2 നോക്കും. അതുപോലെയാണ് നിങ്ങളുടെ ഈ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ ബുദ്ധിശൂന്യാന്ന് മനസ്സിലായി. എന്താ വാക്ക് ഒരിക്കലും പറഞ്ഞു നിർത്താം. അതെ, ഞാൻ വക്കീലാണ്, എനിക്ക് എൻ്റെ കേസ് ഞാൻ തന്നെ വാദിക്കുന്നു. വക്കീലല്ലാത്തവർക്ക് സ്വയം വാദിക്കാൻ നിയമമുണ്ട് സർ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടി നിർത്താണ്. അതിനൊരിക്കൽ കൂടി നമ്മുടെ യുവ വ്യവസായിക്ക്
അദ്ദേഹം ഇതുപോലുള്ള സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചതിനും ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തിന് ആയിരക്കണക്കിന് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. ജയ് ഹിന്ദ്.